ശ്രീ അനിൽ അക്കര, ഇപ്പോൾ ഈ ഒരു ആരോപണം ഉയരുമ്പോഴേക്കും രാജിവെക്കുക എന്നുള്ളത് എത്രത്തോളം രാഷ്ട്രീയത്തിൽ പ്രായോഗികമാകും എന്നുള്ള ചോദ്യമാണ് CPM ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുമില്ല. നിങ്ങളെ സംബന്ധിച്ച് അവിടെ എം വിൻസെന്റിന്റെ കാര്യവും അടക്കമുള്ള കാര്യങ്ങൾ, എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുള്ള ഒരു ആയുധമാക്കി CPM ഉപയോഗിക്കുന്നുമുണ്ട്. ആവർത്തിച്ച് ആ ചോദ്യം നിങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങളാകട്ടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മുകേഷ് രാജിവെക്കണോ, MLA സ്ഥാനം രാജിവെക്കണോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി CPM തീരുമാനിക്കട്ടെ, അത് അവരുടെ ധാർമ്മിക നിലപാടിന് വിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം രാജി എന്ന ആവശ്യത്തിൽ കോൺഗ്രസും നേതൃത്വം ആദ്യം പ്രകടിപ്പിച്ചില്ല. എന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടന്നു, ഇന്നലെ നടന്നിട്ടുണ്ട്. വനിതാ നേതാക്കളും കൊല്ലത്തെ നേതാക്കളും വലിയ പ്രതിഷേധത്തിലിറങ്ങി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും CPI പോലെ രണ്ട് അഭിപ്രായമുണ്ടോ? അല്ല, ഇതിനകത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കൃത്യമായി പറയുകയും കേരളത്തിലെ 13 ജില്ലകളിലും കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധ കൂട്ടായ്മകൾ ഇന്ന് കേരളത്തിലെമ്പാടും നടന്നതാണ്. ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന മുകേഷിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായ 2 കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കോൺഗ്രസ് MLA-മാർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം CPM ഉയർത്തുകയാണ്. ആ ഉയർത്തുന്ന വാദം നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിനകത്തെ മൊഴികളുമായി സംബന്ധിച്ച് കേസുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള പരാതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് നിലവിലുള്ള ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കേസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം CPM നടത്തുകയാണ്. സ്മൃതി ചോദിച്ച ചോദ്യത്തിനകത്ത് വളരെ കൃത്യതയുണ്ട്. എനിക്കതിനകത്ത് എതിരഭിപ്രായമുള്ള ആളല്ല. ഇപ്പോൾ KK രമ MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ 2 MLA അന്ന് എം വിൻസെന്റിന്റെ വിഷയം വരുന്ന സമയത്ത് അവർ MLA അല്ല, എൽദോസിന്റെ വിഷയം വരുന്ന സമയത്ത് അവർ MLA ആണ്. അവർ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡ് പറയുകയുണ്ടായി. എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്നുള്ള സ്റ്റാൻഡ് പറയുകയുണ്ടായി. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ എൽദോസിനെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ജാമ്യമെടുത്ത സമയത്ത് ആ കോടതിയിൽ നിന്നുണ്ടായ ഫൈൻഡിങ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാകട്ടെ. അപ്പം ഹൈക്കോടതിയും ആ ഒരു നിലപാട് സ്വീകരിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പിന്നെ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ പറയേണ്ടതായ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ വിഷയത്തിൽ പിന്നെ എം വിൻസെൻ്റെ കാര്യത്തിലായാലും പിന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും സംഘടനാപരമായ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള മറ്റൊരു കാര്യം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. ആ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഈ 2 ഇൻസിഡൻറ്റിലും ആ 2 MLA-മാരെ CPM ഭരണപരമായി അവർ ആക്രമിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരായുള്ള കള്ളക്കേസാണ് എന്ന രീതിയിലേക്ക് വരികയും അത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ സമയത്ത് കോടതികൾ ശരിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതൊരു പോയിൻ്റാണ്, അത് അവിടെ വെച്ച് നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ ആ രാജിയുടെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാനിപ്പോൾ നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ. ഇപ്പോൾ സജി ചെറിയാൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഈ പറയുന്ന സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ടാണ് കേസ് എടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ ചില കേസുകൾ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇൻസിഡൻറ്റ് എന്താണ്? ആ ചർച്ച ദുർബലപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. അതിലേക്ക് തലവെച്ചു കൊടുക്കാൻ എന്നെപ്പോലൊരു രാഷ്ട്രീയ പ്രവർത്തനോ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട് തയ്യാറില്ല. നമ്മുടെ മുന്നിലുള്ള വിഷയം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാതികൾ എന്ന് പറയുന്നത്, റീസെൻ്റായി വന്ന പരാതികൾ എന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വരാത്ത പരാതികളാണ്. ഇവിടെ ഗുരുതരമായ വിഷയമാണല്ലോ. ഈ ഗവൺമെൻറ് തന്നെ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. സ്ത്രീ പീഡനവും ബലാത്സംഗവും കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ, ആ കേസുകളിൽപ്പെട്ട ആളുകൾക്ക് അസംബ്ലിയിൽ മത്സരിക്കാൻ സീറ്റുകൾ കൊടുക്കുന്നു, പാർലമെൻറ്റിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നു, മന്ത്രിമാരാവാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ആ അവസരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പൂർത്തിവെക്കുന്നു. ആ റിപ്പോർട്ട് പൂർത്തിവെച്ചതിന് ശേഷം 4.5 വർഷക്കാലം അതിലെ പ്രതികൾക്ക് കേസ് ഒത്തുതീർക്കാനുള്ള സമയം കൊടുക്കുന്നു. ഇത് ഒരു ഗുരുതരമായ വിഷയമാണ്. ഈ കേസ് ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേസിലെ 1-ാം പ്രതി മുകേഷാണോ? അല്ല, ഈ കേസിലെ 1-ാം പ്രതി സംസ്ഥാന സർക്കാരാണ്. ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുറ്റകൃത്യം ഞാൻ ചെറുതായി കാണുകയില്ല.
ഈ കേസിലെ പ്രതി ഒന്നാം സ്ഥാനത്ത് വരേണ്ട പ്രതി സംസ്ഥാന സർക്കാരാണ്. ഒരു കേസ് സ്ത്രീപീഡന പരാതികൾ, ബലാത്സംഗം, കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മൂടിവെച്ച ഒരു സർക്കാർ നമ്മുടെ മുന്നിൽ ഇരുന്ന് മുൻകാലങ്ങളിലെ പ്രസിഡൻസ് പറഞ്ഞ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കാൻ ശ്രീ പുരുഷൻ കടലുണ്ടി അദ്ദേഹവും ഇതേ സാഹചര്യത്തിൽ MLA ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരായ ഒരു ബസ്സിനകത്തുണ്ടായ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് ചർച്ച ചെയ്തുകൊണ്ട് ഈ കേസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു മൂവ്മെന്റിനെ തലവെച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് കഴിയില്ല. അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ നിന്നൊരു വ്യത്യാസമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ വിഷയം ഈ കേസിൽ അടിയന്തരമായി ഇതിങ്ങനെ നിരന്തരമായി മുകേഷുമായി ബന്ധപ്പെട്ട പരാതി വരികയാണ്. ഒന്നാമത്തെ ഭാര്യ ഡൈവോഴ്സ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പരാതി, രണ്ടാമത്തെ ഭാര്യ പിരിഞ്ഞു പോയപ്പോൾ അവർ കാണിച്ച മാന്യതയും അവരുടെ മുഖവും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പരാതികൾ, ഈ പരാതികളൊക്കെ മൂടിവെക്കാൻ CPM ഭരണകാലത്ത് പ്രതിപക്ഷ MLA-മാരുടെ പേരിൽ എടുത്ത കേസ് അത് ഇരുമ്പ് മറയിൽ വെച്ച് തടുക്കാൻ ശ്രമിച്ചാൽ അത് ഈ കേസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ടൂളായി എന്ന് മാത്രമേ കാണാൻ കഴിയൂ. അതൊക്കെ നമുക്ക് കൃത്യമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇപ്പോൾ ഇൻസിഡന്റിൽ പ്രധാനമായും ചെയ്യേണ്ടത് മുകേഷ് രാജിവെക്കണം, നിയമപരമായ നടപടികൾ നേരിടണം. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് നടപ്പിലാക്കണം. അതിന് ചില ഭാഗങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ആ മാറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ CPM-ന് ഉറച്ച നിലപാടുണ്ട്. ആ നിലപാടാണ് ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തത്. അതാണ് നാളെ ഫുൾ കോർ ചേർന്ന് എടുക്കാൻ പോകുന്ന കുറച്ചുകൂടി ഉറച്ച നിലപാടായി പുറത്തേക്ക് വരാൻ പോകുന്ന തീരുമാനം. മുകേഷിനൊപ്പം ഉറച്ചു നിൽക്കുക എന്ന് തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് CPM ഇല്ല. അതാണ് CPM പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ലാത്തത്. Debate with Smriti Parithikad.